ഇൻവേഴ്സ് ഓപ്പറേറ്ററുമായി റിലേറ്റ് ചെയ്ത ഒരു തിയറം ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഓപ്പറേറ്ററിന് ഇൻവേഴ്സ് ഓപ്പറേറ്റർ ഉണ്ടാകുന്നത് ആ ഓപ്പറേറ്റർ 1 to 1 ആകുമ്പോൾ മാത്രമാണ്. അപ്പോൾ എന്താണ് 1 to 1 മാപ്പിംഗ് ഓർ ഇൻജെക്റ്റീവ് മാപ്പിംഗ്? ഒരു മാപ്പിംഗ് T 1 to 1 ആവുക എന്ന് പറഞ്ഞാൽ ഡൊമെയിനിലെ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഉണ്ടായിരിക്കണം. A mapping T from domain of T to Y is said to be injective or 1 to 1 if different points in the domain have different images. Mathematically നമുക്ക് ഈ ഡെഫിനിഷൻ എഴുതാവുന്നത് x1 not equal to x2 should imply their images. That means tx1 not equal to tx2. That is, for any x1 comma x2 belongs to D of t, x1 not equal to x2 implies tx1 not equal to tx2. ഇതേ കണ്ടീഷൻ തന്നെ ഇപ്പോൾ ഫൗണ്ടേഷൻ ഓഫ് മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് P ഇംപ്ലൈസ് Q, ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇക്വലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് നെഗേഷൻ ഓഫ് Q ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് P. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇക്വലൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത് tx1 ഈക്വൽ ടു tx2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. ഇക്വലൻ്റ്ലി ദിസ് കണ്ടീഷൻ. ഈ കണ്ടീഷനാണ് നമ്മൾ പലപ്പോഴും ഒരു മാപ്പിംഗ് 1 to 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു മാപ്പിംഗ് 1 to 1 ആണ് എങ്കിൽ മാത്രമാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക. ഇഫ് T ഫ്രം D of T to Y is 1 to 1, then there exists the mapping T inverse from R of T to D of T. ശ്രദ്ധിക്കുക, ഇവിടെ T from D of T to Y ആണ്. T ഇൻവേഴ്സ് Yയിൽ നിന്നല്ല R of Tയിൽ നിന്ന് D of Tയിലേക്ക്. Where Y naught is mapped to X naught, which maps every Y naught in R of T onto that X naught in D of T, for which Tx naught equal to Y naught. ഇതാണ് ഒരു ഓപ്പറേറ്ററിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ. നൊട്ടേഷൻ T ഇൻവേഴ്സ് എന്നാണ്. ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഫിഗർ. എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഒരു മാപ്പിംഗ് T. എക്സിൻ്റെ ഒരു സബ്സെറ്റ് ആണ് ഡി ഓഫ് ടി. സബ്സെറ്റ് എന്ന് മാത്രമല്ല സബ്സ്പേസ് കൂടിയാണ്. ടിയുടെ റേഞ്ച് സെറ്റ് ആണ് ആർ ഓഫ് ടി. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് ആർ ഓഫ് ടിയും ഒരു വെക്റ്റർ സ്പേസ് ആണ് എന്ന്. ഡി ഓഫ് ടിയിലെ എക്സ് നോട്ട് എന്ന പോയിന്റിൻ്റെ ഇമേജ് ആണ് വൈ നോട്ട്. അപ്പോൾ വൈ നോട്ടിൻ്റെ ഇമേജ് അണ്ടർ ടി ഇൻവേഴ്സ്, അതാണ് എക്സ് നോട്ട്. അപ്പോൾ ടി ഇൻവേഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടി ഇൻവേഴ്സ് ഇൻറ്റു ടി is equal to an identity mapping on the domain of T. അതുപോലെ T inverse അത് ഐഡൻറ്റിറ്റി മാപ്പിംഗ് ഓൺ R of T ആയിരിക്കും. ഇനി നമുക്ക് തിയറത്തിലേക്ക് പോവാം. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി വെക്റ്റർ സ്പേസസ് ബോത്ത് റിയൽ ഓർ ബോത്ത് കോംപ്ലക്സ്. എപ്പോഴും എക്സിൽ നിന്ന് വൈയിലേക്ക് ഒരു ഓപ്പറേറ്റർ, ലീനിയർ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യണമെങ്കിൽ രണ്ടിൻ്റെയും സ്കെയിലാർ ഫീൽഡ് സെയിം ആയിരിക്കണം. അപ്പോൾ ഒന്നുകിൽ രണ്ടും റിയൽ വെക്റ്റർ സ്പേസസ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും കോംപ്ലക്സ് വെക്റ്റർ സ്പേസസ് ആയിരിക്കണം. ലെറ്റ് T ഫ്രം ഡൊമെയിൻ ഓഫ് T to Y be a linear operator with D of T subset of X and R of T subset of Y. Then the inverse T inverse from R of T to D of T exists if and only if Tx equal to 0 implies X is equal to 0. ഒരു ലീനിയർ ഓപ്പറേറ്ററിന് ഇൻവേഴ്സ് ഉണ്ടാകാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ആണ് ടി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഈ കണ്ടീഷന് എനിക്ക് നൾ സ്പേസിൻ്റെ ടേംസിൽ പറയാം. ടി എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നൾ സ്പേസിൽ 0 എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. If T inverse exists, it is a linear operator.
Third condition, if dimension of dt is equal to n, which is a finite number, and t inverse exists, then dimension of r of t equal to dimension of d of t. A part പ്രൂവ് ചെയ്യാം. എ പാർട്ടിൽ നെസസറി പാർട്ടും സഫിഷ്യൻറ്റ് പാർട്ടും പ്രൂവ് ചെയ്യണം. നെസസറി പാർട്ടിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. സപ്പോസ് ദാറ്റ് ടി ഇൻവേഴ്സ് എക്സിസ്റ്റ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടി എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ സപ്പോസ് ടി എക്സ് ഇസ് ഈക്വൽ ടു 0. ഇനി ഓൾറെഡി ടി ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ് എങ്കിൽ ടി 0 ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഈ 0യ്ക്ക് പകരം എനിക്ക് ടി 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് ടി എക്സ് വൺ ഈക്വൽ ടു ടി എക്സ് ടു ഈ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ടി ഈസ് 1:1. 1:1 ഡെഫിനിഷൻ ഉപയോഗിച്ചാൽ എനിക്ക് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. That is tx equal to 0 implies x equal to 0. അതാണ് എ പാർട്ടിൻ്റെ നെസസറി പാർട്ട്. സഫിഷ്യൻറ്റ് പാർട്ടിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് tx equal to 0 implies x equal to 0 എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടി ഇൻവേഴ്സ് എക്സിസ്റ്റ്, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടി 1:1 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് tx1 equal to tx2 implies x1 equal to x2 എന്ന് പ്രൂവ് ചെയ്യണം. So take tx1 equal to tx2. Now t of x1 minus x2. ടിയുടെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്താൽ ആൽഫയുടെ പൊസിഷനിൽ 1, ബീറ്റയുടെ പൊസിഷനിൽ -1. ടിയുടെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്താൽ എനിക്ക് tx1 മൈനസ് tx2 എന്ന് കിട്ടും. ഇത് ഈക്വൽ ആയതുകൊണ്ട് ഈ വാല്യൂ 0 എന്ന് കിട്ടും. അപ്പോൾ ടി ഓഫ് x1 മൈനസ് x2 ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഹൈപ്പോത്തസിസ് ഉപയോഗിച്ചാൽ x1 മൈനസ് x2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് x1 ഈക്വൽ ടു x2. Thus we have obtained tx1 equal to tx2 implies x1 equal to x2. That means t is 1:1. Therefore t inverse exists. A part കംപ്ലീറ്റ് ചെയ്തു. ബി പാർട്ട് നമ്മൾ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എങ്കിൽ അത് ലീനിയർ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ അസ്യൂം ദാറ്റ് ടി ഇൻവേഴ്സ് എക്സിസ്റ്റ്. വി ഹാവ് ടു ഷോ ദാറ്റ് ടി ഇൻവേഴ്സ് ഈസ് ലീനിയർ. ഫസ്റ്റ് ഓഫ് ഓൾ ടി ഇൻവേഴ്സ് ആ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ആർ ഓഫ് ടി ആണ്. ആർ ഓഫ് ടി ഒരു വെക്റ്റർ സ്പേസ് ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത തിയറം ആണ്. ആർ ഓഫ് ടി വെക്റ്റർ സ്പേസ് ആണ്. എൻ ഓഫ് ടി വെക്റ്റർ സ്പേസ് ആണ്. ആർ ഓഫ് ടിയുടെ ഡയമെൻഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണ്. ഇതിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ആർ ഓഫ് ടി ഈസ് എ വെക്റ്റർ സ്പേസ്. ആർ ഓഫ് ടിയിൽ നിന്ന് 2 എലമെന്റ്സ് വെക്റ്റേഴ്സ് y1 y2 എടുക്കുന്നു. എനി 2 സ്കെയിലേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ എടുക്കുന്നു. ആർ ഓഫ് ടിയിലെ ഏത് 2 എലമെന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി ഓഫ് ടിയിൽ 2 എലമെന്റ് x1ഉം x2ഉം ഉണ്ടാകും. സച്ച് ദാറ്റ് ടി x1 ഈക്വൽ ടു y1 ആൻഡ് ടി x2 ഈക്വൽ ടു y2. ഇതിൽ നിന്ന് നമുക്ക് x1 ഈക്വൽ ടു ടി ഇൻവേഴ്സ് y1 ആൻഡ് x2 ഈക്വൽ ടു ടി ഇൻവേഴ്സ് y2 എന്ന് എഴുതാം. നൗ ടി ഇൻവേഴ്സ് ഓഫ് ആൽഫ y1 പ്ലസ് ബീറ്റ y2, നമുക്ക് ടി ഇൻവേഴ്സ് ലീനിയർ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ടി ഇൻവേഴ്സ് ഓഫ് ആൽഫ y1 പ്ലസ് ബീറ്റ y2 എടുക്കുന്നു. y1ന് പകരം ടി x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y2ന് പകരം ടി x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നൗ ടിയുടെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ടി ഇൻവേഴ്സ് ഓഫ് ടി ഓഫ് ആൽഫ x1 പ്ലസ് ബീറ്റ x2. നൗ ടി ഇൻവേഴ്സ് ടി എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഓപ്പറേറ്റർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ x1 പ്ലസ് ബീറ്റ x2. ഇനി x1ന് പകരം ടി ഇൻവേഴ്സ് y1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x2ന് പകരം ടി ഇൻവേഴ്സ് y2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Thus we have obtained t inverse of alpha y1 plus beta y2 equal to alpha into t inverse y1 plus beta into t inverse y2. Therefore t inverse is a linear operator. Third condition, dimension of r of t equal to n. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി
സ്റ്റേറ്റ് ചെയ്ത തിയറം വെച്ചിട്ട് ഡയമെൻഷൻ ഓഫ് ആർ ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡി ഓഫ് ടി ആയിരിക്കും ഫോർ എനി ലീനിയർ ഓപ്പറേറ്റർ ടി. ഇനി നമ്മൾ ഇതേ തിയറം ടി ഇൻവേഴ്സ് എന്ന ഓപ്പറേറ്ററിന് അപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ടി ഇൻവേഴ്സ് ലീനിയർ ആണ് എന്ന്. അതുകൊണ്ട് ഈ തിയറം നമുക്ക് ടി ഇൻവേഴ്സിന് അപ്ലൈ ചെയ്യാം. ടി ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് d of t ആണ്. Therefore, dimension of d of t less than or equal to dimension of r of t. Same theorem applied to t inverse. അങ്ങനെ നമുക്ക് രണ്ടിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആണ് എന്ന് കിട്ടുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ട്, ഈ തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് the inverse of a linear operator exists if and only if the null space of the operator consists of the zero vector only. Thank you.